ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്ക് റീസെന്റ് ആയിട്ട് ഇപ്പോഴാണ് PSCയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സെപ്റ്റംബറിലെ എക്സാം കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ മുൻപ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ തീയതി എന്ന് പറയുന്നത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 14 ഡിസ്ട്രിക്ട്സിനും കൂടിയിട്ട് സിംഗിൾ ഡേറ്റിലായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഓരോ ജില്ലയിൽ ഏതൊക്കെ ജില്ലയിലാണ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മന്തിലേക്ക് ആക്കിയിട്ട് പല ഫേസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പൊ ഏതൊക്കെ ജില്ലകളിലാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലും അതുപോലെ ഒക്ടോബർ മാസത്തിലും എക്സാം നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റില് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി 571/2025 തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, അപ്പം ഏകദേശം 5 ജില്ലകളില് OMR പരീക്ഷ 2026 സെപ്റ്റംബർ മാസം 19-ാം തീയതിയും അതുപോലെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂര്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള OMR പരീക്ഷ 2026 ഒക്ടോബർ മാസം 17-ാം തീയതിയും കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലേക്കുള്ള പരീക്ഷ 2026 ഒക്ടോബർ മാസം 31-ാം തീയതിയും നടത്തുന്നതാണ് എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്കറിയാം സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായിട്ട് 3 ഫേസ് ആയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. നമുക്കറിയാം പ്രിലിംസ് എക്സാം ഇല്ല, ഒരൊറ്റ എക്സാമേ ഉള്ളൂ, മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ 3 ഫേസില് ഈ പറഞ്ഞിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മന്തുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്. ഇനി നമുക്ക് ഓരോ ഡേറ്റ് കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് തിരുവനന്തപുരം ജില്ല. അപ്പൊ തിരുവനന്തപുരം ജില്ലയില് നമുക്ക് എക്സാം ഡേറ്റ് വന്നിരിക്കുന്ന ഏതാണ്? 19/9/2026 ശനിയാഴ്ചയാണ്. 1:30 മുതൽ 3:20 വരെയാണ് നമുക്ക് എക്സാം ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മുൻപെങ്കിലും നമ്മൾ എക്സാം ഹാളിൽ എത്തണം. ഒരു 1 o'clock ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തി കാമായിട്ട് നമ്മളുടെ ഹാൾ ടിക്കറ്റ്, അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സ്പേസ് ഒക്കെ നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ ഇരിക്കാനായിട്ട്. അതേപോലെ തന്നെ അന്നേ ദിവസം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലകളിലും ഒക്കെ തന്നെ എന്താണ് പരീക്ഷാ തീയതി വന്നിരിക്കുന്നത്? 19/9/2026 എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അതുപോലെ എക്സാം ഡേറ്റും ടൈമും തന്നിട്ടുണ്ട്. 1:30 to 3:20 PM ആണ് നമുക്ക് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ സിലബസ് ഒക്കെ എന്താണ് ഒഫീഷ്യൽ സൈറ്റിൽ കിട്ടും. അതുപോലെ പ്രിലിംസ് ഇല്ല, മെയിൻസ് ആണ്, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 70 days ഹോട്ട് ടോപ്പിക്സ് 60 ആവുന്നുണ്ട്. ഇനിയിപ്പോ 60ലേക്കായിരിക്കും വരുന്നത്. ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടൻ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും. പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം കവർ ചെയ്ത് പോകുന്ന ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും, ഹോട്ട് ടോപ്പിക്സിന്റെ ഡിസ്കഷൻ ഉണ്ടാകും, തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നീട് നമുക്ക് ഒക്ടോബർ മന്തിലേക്കുള്ള കാലണ്ടർ PSC റിലീസ് ചെയ്തിട്ടുള്ള സെപ്റ്റംബർ മന്തിലേക്കുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്സാം ഡേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.